ഹായ് ഫ്രണ്ട്സ്, മൊബൈൽ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആയോ, അത് മാറാറായോ എന്നെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്നും ബാറ്ററിയുടെ ലൈഫ് പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ, അതായത് നേരത്തേക്ക് നമുക്ക് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ അത് ഒരു ദിവസം നിൽക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ രാവിലെ ചാർജ് ചെയ്യുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് തീർന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ബാക്കപ്പ് കുറഞ്ഞെന്ന് മനസ്സിലാക്കാം. അതുപോലെയൊക്കെ തന്നെ ബാറ്ററി 100% ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 90% ഉണ്ടായിരുന്നു. അത് പതിയെ കുറഞ്ഞ് 70, 60, 50% ഒക്കെ എത്തിയിട്ട് പെട്ടെന്ന് ഡിസ്ചാർജായി 15-ലേക്കോ 0-ലേക്കോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ബാറ്ററി ഡാമേജാണ്. ഇനി നിങ്ങൾക്കിത് ഫിസിക്കലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ബാറ്ററി നോക്കി മനസ്സിലാക്കണമെങ്കിൽ, ബാക്ക് കവർ റിമൂവ് ചെയ്യാവുന്ന സെറ്റാണെങ്കിൽ ബാക്ക് കവർ തുറന്നിട്ട് ബാറ്ററി എടുക്കുക. ബാറ്ററി എടുത്തിട്ട് അതിലേക്ക് ചെറുതായി അമർത്തി നോക്കുക. അമർത്തുമ്പോൾ അമർന്നു പോകുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ഡാമേജാണ്. അതുപോലെ ചില ബാറ്ററികൾ അല്പം ബൾജായിട്ടായിരിക്കും ഇരിക്കുന്നത്, അതും ബാറ്ററി ഡാമേജാണ്. ചെറുതായി ബൾജായിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ളപ്പം ബാറ്ററി ഒരു ബുക്കിന് പുറത്തോ അല്ലെങ്കിൽ മേശപ്പുറത്തോ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കറക്കുക. അപ്പം നല്ല ബാറ്ററി ആണെങ്കിൽ, പരന്ന നല്ല ബാറ്ററി ആണെങ്കിൽ അത് ഡെസ്കിന് പുറത്ത് വെച്ച് കറക്കുമ്പോൾ കറങ്ങത്തില്ല, ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം അങ്ങ് നിൽക്കും നമ്മളെ കറക്കുന്ന ഫോഴ്സിൽ. എന്നാൽ ബാറ്ററി ബൾജായിരിക്കുകയാണെങ്കിൽ നമ്മളിത് കറക്കി വിട്ടാൽ കുറേ നേരം നിന്ന് കറങ്ങും. അങ്ങനെയാണെങ്കിൽ ആ ബാറ്ററി ബൾജായിരിക്കുകയാണ്, ആ ബാറ്ററി കംപ്ലൈൻ്റ് ആയി. അതിന് ചെറിയ ഫോണാണെങ്കിലും വലിയ ഫോണാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ബാറ്ററി ബൾജാണോ എന്നറിയാൻ വേണ്ടിയുള്ള മാർഗ്ഗം ഇത് തന്നെയാണ്. ഇങ്ങനെ ബൾജായിരിക്കുന്ന ബാറ്ററി എത്രയും പെട്ടെന്ന് തന്നെ മാറുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.